കണ്ണൂർ സീറ്റുമായി ബന്ധപ്പെട്ട് നേതൃത്വവുമായി അയഞ്ഞ കെ സുധാകരൻ സമവായത്തിന് കളമൊരുങ്ങുകയാണ്. അമൃത രാമകൃഷ്ണനെ കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച കെ സുധാകരൻ മാധ്യമങ്ങളെ കാണാനുള്ള തീരുമാനം മാറ്റി. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജോസഫ്, കണ്ണൂരിനായി നേരത്തെ വാശി പിടിച്ചിരുന്നെങ്കിലും ഇപ്പോൾ കെ സുധാകരൻ അയയുകയാണെന്നാണ് സൂചന. സമവായത്തിന് കളം ഒരുങ്ങുകയാണോ? അമൃത രാമകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥിയെ കെ സുധാകരൻ തന്നെയാണോ മുന്നോട്ട് വെച്ചത്? അശ്വതി, ഇത്തരത്തിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഒരു കാര്യമാണ് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുമോ എന്നുള്ളത്. ആദ്യ ഘട്ടം മുതൽ തന്നെ കെ സുധാകരൻ കണ്ണൂർ സീറ്റിനായി കടും പിടുത്തം പിടിച്ചിരുന്നു. ഒരു തരത്തിലുമുള്ള വഴങ്ങലുകൾക്കോ ചർച്ചകൾക്കോ കെ സുധാകരൻ തയ്യാറായിരുന്നില്ല. കണ്ണൂരിലെ സീറ്റ് തനിക്ക് വേണമെന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചായിരുന്നു ഇത്രയും ദിവസമുണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾക്കപ്പുറം ഇന്ന് നടത്തിയ ചർച്ചയിൽ നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നു, മഞ്ഞുരുകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ സുധാകരൻ ഇത്തവണ മത്സരത്തിൽ നിന്നും മാറി നിൽക്കും. പകരം കെ സുധാകരൻ നിർദ്ദേശിക്കുന്ന അമൃത രാമകൃഷ്ണനെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നതെന്നാണ് കെ സുധാകരനുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനുള്ളിൽ കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങളോട് തന്നെ പങ്കുവയ്ക്കുന്നതായിരിക്കും. എന്തായാലും കെ സുധാകരൻ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പകരം അമൃത രാമകൃഷ്ണനെ ഈ സീറ്റിൽ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ കൂടിയാലോചന നടക്കുന്നത്. ഹൈക്കമാൻഡിന്റെ മുമ്പിൽ രണ്ട് പേരുകളുണ്ടായിരുന്നു. അതിലൊന്ന് അമൃത രാമകൃഷ്ണന്റെ പേരും മറ്റൊന്ന് ഷമാ മുഹമ്മദിന്റെ പേരുമായിരുന്നു. പക്ഷേ ഷമാ മുഹമ്മദിനേക്കാൾ കൂടുതൽ കെ സുധാകരൻ നിർദ്ദേശിച്ചിരിക്കുന്ന പേര് അമൃത രാമകൃഷ്ണന്റെ പേരാണ്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ മണ്ഡലത്തിൽ കെ സുധാകരന് പകരം അമൃത രാമകൃഷ്ണൻ എന്ന പേരിലേക്ക് ഇപ്പോൾ എത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കെ സുധാകര പക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പരസ്യ വിയോജിപ്പുകളും എതിർപ്പുകളും നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പക്ഷേ നേതൃത്വം ഒരു കാരണവശാലും ഒരു എംപിക്ക് ഇത്തരത്തിൽ മത്സരിക്കാൻ അനുമതി കൊടുക്കരുത്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് എംപിമാരും സമാന ആവശ്യം ഉയർത്തുമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അത് ശരിവെക്കുന്ന തരത്തിൽ ഇന്ന് കൂടുതൽ എംപിമാർ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താനും അടൂർ പ്രകാശ് എംപിയും അതുപോലെ തന്നെ ശശി തരൂരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാവരും അതൃപ്തി ഇതിനോടകം തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്ക് നൽകുന്ന ഇളവ് മറ്റെല്ലാവർക്കും ബാധകമാകും, അത്തരത്തിൽ കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാജ്മോഹൻ ഉണ്ണിത്താൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഉദുമയിലും അതുപോലെ തന്നെ തൃക്കരിപ്പൂരിലും കാഞ്ഞങ്ങാടും താൻ നിലവിൽ ഇത് LDFന്റെ സിറ്റിംഗ് സീറ്റാണ്, പക്ഷേ താൻ ഇവിടെ മത്സരിക്കുവാണെങ്കിൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ MP എന്ന നിലയിൽ താൻ മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് ഇളവ് നൽകിയാൽ അത് വലിയ രീതിയിൽ രാഷ്ട്രീയ കേരളത്തിൽ കോൺഗ്രസിന് വലിയൊരു ക്ഷീണം ജനിപ്പിക്കുമെന്ന് മാത്രമല്ല അത് അണികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള സന്നദ്ധ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കെ സുധാകരനെ മത്സരിപ്പിക്കാൻ ഒരു വിഭാഗം തയ്യാറെടുക്കുമ്പോൾ അതിനെതിരെ MPമാർ തന്നെ വലിയ രീതിയിൽ ശബ്ദമുയർത്തുന്നു. KPCC പ്രസിഡന്റ് ശബ്ദമുയർത്തുന്നു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശബ്ദമുയർത്തുന്ന ഒരു കാഴ്ചയാണ് സാധിക്കുന്നത്. എന്തായാലും കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, അതുപോലെ തന്നെ മുസ്ലിം ലീഗ്, പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് കെ സുധാകരനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കമാൻഡിനെയും KPCCയെയും അറിയിച്ചെങ്കിലും അതിനെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന ഒരു തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്നലെ മമ്പറം ദിവാകരൻ, കോൺഗ്രസിന്റെ തന്നെ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് മമ്പറം ദിവാകരൻ കണ്ണൂരിൽ കെ സുധാകരൻ MPയെ മത്സരിപ്പിക്കരുതെന്നൊരാവശ്യം ഉയർത്തി പരസ്യമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ താനും മത്സരിക്കുമെന്നുള്ളൊരു കാര്യമാണ് മമ്പറം ദിവാകരൻ നേതൃത്വത്തിന് വെല്ലുവിളിയായി പറഞ്ഞത്. എന്തായാലും സുധാകര പക്ഷം ഇപ്പോഴും പ്രതീക്ഷയിലാണ്, ഇത്തരത്തിൽ മഞ്ഞുരുക്കമുണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ്. പക്ഷേ കെ സുധാകരൻ തന്നെ ഇതിൽ ഒരു അയവ് വരുത്തുന്ന ഒരു ഘട്ടത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും കെ സുധാകരൻ സീറ്റ് എന്ന ആവശ്യത്തിലേക്ക് പിന്നോട്ട് പോകുന്നു എന്നാണ് കെ സുധാകരന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പകരം കെ സുധാകരൻ നിർദ്ദേശിക്കുന്ന അമൃത രാമകൃഷ്ണൻ കണ്ണൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ജനവിധി തേടും. കെ സുധാകരന്റെ അനുഗ്രഹത്തോടു കൂടിയായിരിക്കും ഇതെന്നുള്ള കാര്യമാണ് പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. അശ്വതി.